വസന്തമുല്ലയും മല്ലികയും, ഓരിരവ് തുടങ്ങിയ ചിത്രങ്ങളിലെ നൃത്തരംഗങ്ങളിൽ കൂടി സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന അനശ്വര കലാകാരി, മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം സുകുമാരി ചേച്ചി. 6 ദശകങ്ങൾ കടന്ന സജീവ സാന്നിധ്യം. എത്രയെത്ര നൃത്തരംഗങ്ങൾ, എത്രയെത്ര അനശ്വര കഥാപാത്രങ്ങൾ. തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിൽ സുകുമാരി അഭിനയിച്ചു. നൃത്തം ചെയ്തും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും. 1940 ഒക്ടോബർ 6 നാഗർകോവിലിൽ മാധവൻ നായരുടെയും സത്യഭാമ അമ്മയുടെയും മകളായി ജനനം. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണിമാരുടെ അടുത്ത ബന്ധുവായിരുന്നു സുകുമാരി. അവരുടെ അമ്മ സരസ്വതിക്കൊപ്പം ചെന്നൈയിലാണ് സുകുമാരി വളർന്നത്. ചെറുപ്പത്തിൽ നൃത്ത സംഗീത വേദികളിൽ സജീവമായിരുന്ന സുകുമാരി ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിനാഥിന്റെ കീഴിലായിരുന്നു. 7-ാം വയസ്സ് മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ട്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലും സിലോൺ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. കലാവേദികളിൽ സജീവമായതോടെ 3rd ഫോം വരെ മാത്രമേ അവർക്ക് പഠിക്കുവാൻ സാധിച്ചുള്ളൂ. പിന്നീട് രാജസുലോചനയുടെ പുഷ്പാഞ്ജലി ട്രൂപ്പിലും നടി കുശലകുമാരിയുടെ ട്രൂപ്പിലും അംഗമായി. 10-ാം വയസ്സിൽ ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിച്ചത്. ലളിത നായികയായി അഭിനയിച്ച ഓരിരവ് എന്ന തമിഴ് ചിത്രത്തിൽ നായികയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സുകുമാരി സിനിമയുടെ മാസ്മര ലോകത്തേക്ക് കടന്നു വന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രം നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ടുള്ള ഭാഗം. സുകുമാരിയുടെ നൃത്തച്ചുവടുകൾ തുടരുന്നത് പ്രായപൂർത്തി വന്ന നായിക ലളിത. നിരവധി തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ സുകുമാരി നൃത്തരംഗങ്ങളിൽ അഭിനയിച്ചു. അക്കാലത്ത് തിരുവിതാംകൂർ സഹോദരിമാർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാത്ത ചിത്രങ്ങളിലും അവരുടെ നൃത്തങ്ങൾ ഉൾപ്പെടുത്തുക പതിവായിരുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളിൽ സുകുമാരിക്കും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ലളിത, പത്മിനി, രാഗിണിമാരുടെ കൂടെ നൃത്തം അഭ്യസിച്ചിരുന്ന സുകുമാരി അവർ അഭിനയിച്ചിരുന്ന, നൃത്തം ചെയ്തിരുന്ന ചിത്രങ്ങളിൽ അവസരം ലഭിക്കുന്നതനുസരിച്ച് ഗാന നൃത്തരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മുന്നേറി. തിരുവിതാംകൂർ സഹോദരിമാരുടെ കൂടെ അവരിൽ ഒരാളായി സുകുമാരി മദ്രാസിൽ വളർന്നു. ശോഭനയുടെ പിതാവ് ചന്ദ്രകുമാർ തിരുവിതാംകൂർ സഹോദരിമാരുടെ അനിയനായിരുന്നു. ബന്ധുവായ നടി അംബികയും ഇവരോടൊപ്പം മദ്രാസിലുണ്ടായിരുന്നു. മദ്രാസിലെ പാർവതി എന്ന ബംഗ്ലാവിലായിരുന്നു എല്ലാവരും താമസം. 1956 റിലീസായ രാജ റാണി എന്ന തമിഴ് ചിത്രത്തിൽ സുകുമാരിയുടെ നൃത്തമുണ്ടായിരുന്നു. ഭീം സിംഗ് ആയിരുന്നു സംവിധായകൻ, പിൽക്കാലത്ത് സുകുമാരിയുടെ ഭർത്താവ്. 1957 ചക്രവർത്തി തിരുമകൾ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു സംഘനൃത്തത്തിൽ സുകുമാരിയെ ഒരു പ്രധാന നർത്തകിയായി കാണിച്ചിരുന്നു, മുഖം തിരിച്ചറിയും വിധത്തിൽ. 1958 പുറത്തുവന്ന സമ്പൂർണ്ണ രാമായണം എന്ന തമിഴ് ചിത്രത്തിൽ കല്യാണ സീതയായി വന്നത് സുകുമാരിയായിരുന്നു. സ്വയംവര രംഗത്തിലെ സീത. അക്കാലത്തെ മാഗസിനുകളിൽ കല്യാണ സീത എന്ന വിശേഷണത്തോടെ സുകുമാരിയുടെ ചിത്രം വന്നിരുന്നു. ചിത്രത്തിൽ സീതാദേവിയായി അഭിനയിച്ചത് പത്മിനി. ഇവിടെയും തന്റെ പപ്പിയക്കന്റെ ചെറുപ്രായം സുകുമാരി അവതരിപ്പിച്ചു. 1956 റിലീസായ രാജ റാണി എന്ന തമിഴ് ചിത്രത്തിൽ സുകുമാരിയുടെ നൃത്തമുണ്ടായിരുന്നു. 1956 MGR ചിത്രം മധുരൈ വീരനിലായിരുന്നു സുകുമാരിയുടെ മുഖം വളരെ വ്യക്തമായി പ്രേക്ഷകർ കാണുന്നത്. നായികയുടെ തോഴിമാർ നായകൻ MGRനെ കളിയാക്കി നൃത്തം ചെയ്യുന്ന രംഗത്തിൽ നായകൻ സുകുമാരിയെ വില്ലിന്റെ അറ്റത്ത് തല കോർത്ത് ആടുന്ന രംഗം. 1959 സൂപ്പർ ഹിറ്റ് ശിവാജി ഗണേശൻ ചിത്രം വീരപാണ്ഡിയ കട്ടബൊമ്മൻ എന്ന തമിഴ് ചിത്രത്തിലെ ജക്കമ്മ എന്ന് തുടങ്ങുന്ന നൃത്തഗാനരംഗത്തിൽ മുഖ്യ നർത്തകി സുകുമാരിയായിരുന്നു. ഭീം സിംഗ് സംവിധാനം ചെയ്ത സർവകാല ഹിറ്റ് പാശമലർ എന്ന തമിഴ് ചിത്രത്തിലെ വിവാഹരംഗത്തിലെ വാരായോ തോഴി വാരായോ എന്ന ഗാനരംഗത്തിലെ മുഖ്യ നർത്തകിയും സുകുമാരി തന്നെയായിരുന്നു. 1957 റിലീസായ തസ്കരവീരൻ എന്ന മലയാള ചിത്രത്തിൽ വില്ലൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായി അഭിനയിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ സുകുമാരി രംഗപ്രവേശം നടത്തുന്നത്. കൊട്ടാരക്കരയുടെ ഭാര്യയായി അഭിനയിക്കേണ്ട നടി എത്താതെ വന്നപ്പോൾ നൃത്തസംഘത്തിൽ അംഗമായ സുകുമാരിക്ക് ആ അവസരം ലഭിക്കുകയായിരുന്നു. ഇതേ വർഷം തന്നെ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. 2-3 വർഷങ്ങൾക്കുള്ളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായി സുകുമാരി മാറി. ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലിമരയ്ക്കാർ, തച്ചോളി ഉദയനൻ, യക്ഷി, കരിനിഴൽ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ശാരദയും ഷീലയും ജയഭാരതിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സുകുമാരി കൂടുതലും അമ്മ വേഷങ്ങളിലാണ് തിളങ്ങിയത്. പിന്നീട് ഹാസ്യവേഷങ്ങളിലും തിളങ്ങിയിട്ടുണ്ട്.
സുകുമാരി നായികയായി കേന്ദ്ര കഥാപാത്രമല്ല, നായികാ സങ്കല്പം അനുസരിച്ചുള്ള കഥാപാത്രത്തെ മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയം. എന്നാൽ സുകുമാരിയുടെ ചില കഥാപാത്രങ്ങൾ ഒരു കേന്ദ്ര കഥാപാത്രമായി നമുക്ക് അനുഭവപ്പെടുന്ന ചിത്രങ്ങൾ നിരവധിയുണ്ട്. ഉദാഹരണത്തിന് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അതിലെ രേവതി തന്നെയല്ലേ നായികാ സങ്കല്പം അനുസരിച്ചുള്ള മേനകയേക്കാൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും ഇഷ്ടപ്പെട്ടതും. 1967 നഗരമേ നന്ദി എന്ന മലയാള ചിത്രത്തിൽ ദുഷ്ടകഥാപാത്രം മിസിസ് മുതലിയാർ സുകുമാരിയുടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആരംഭകാല ചിത്രങ്ങളിലെ കഥാപാത്രമാണ്. അതേ വർഷം ഇറങ്ങിയ ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിൽ കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായകൻ പ്രേം നസീറിനൊപ്പം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവ ആണ് നീ എന്ന ഗാനരംഗത്തിൽ നൃത്തം ചെയ്ത് കോമഡി രംഗങ്ങളിലും അഭിനയിക്കാനുള്ള കഴിവ് തെളിയിച്ചു സുകുമാരി. കോമഡി രംഗങ്ങളിൽ അടൂർ ഭാസിയോടൊപ്പം എത്രയെത്ര ചിത്രങ്ങൾ. അടൂർ ഭാസി, SP പിള്ള, ബഹദൂർ, ശങ്കരാടി, തിക്കുറിശി തുടങ്ങിയവരുടെ ജോഡിയായും അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ, പ്രേം നസീർ, മധു എന്നിവരുടെ ജോഡിയായും അമ്മ വേഷങ്ങളിലും അവർ അഭിനയിച്ചു. നെടുമുടി വേണു, ഭരത് ഗോപി, തിലകൻ എന്നിവരുടെ ജോഡിയായും അഭിനയിച്ചിട്ടുണ്ട്. 1974 പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിലെ മാർഗരറ്റ്, 85 പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലെ ഡിക്കമ്മായി, 89 ദശരഥത്തിലെ മാഗി, 86 പുറത്തിറങ്ങിയ സ്നേഹമുള്ള സിംഹത്തിലെ കമലമ്മ എന്ന LIC ഏജന്റ്, 91 ഉള്ളടക്കത്തിലെ മാനസിക രോഗി, 2008 മിഴികൾ സാക്ഷിയിലെ കൂനിയമ്മ, തേന്മാവിൻ കൊമ്പത്തിലെ ഗിനജ കൂട ഗാന്ധാരി. അങ്ങനെ നീണ്ടുപോകുന്നു ലിസ്റ്റ്. മേൽപ്പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം തന്നെ സുകുമാരി എന്ന അഭിനയ പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ കഥാപാത്രങ്ങൾ തന്നെ. അപ്രധാനമായി തോന്നിയേക്കാവുന്ന ചില കഥാപാത്രങ്ങളെ പോലും സുകുമാരി അനശ്വരമാക്കി. അല്പം മധുരത്തിനും ഒരു കഷ്ണം ശർക്കരയ്ക്കും വേണ്ടി കൊതിക്കുന്ന പ്രാന്തിയായി ലോകം മുദ്രകുത്തിയ മിഥ്യയിലെ മാളുവമ്മയെ ആ ചിത്രം കണ്ട ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? 1984 ആൾക്കൂട്ടത്തിൽ തനിയയിലെ ചീരു എന്ന വേലക്കാരി പോലും സുകുമാരിയുടെ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. സുകുമാരിയുടെ ആദ്യത്തെ അമ്മവേഷം പട്ടിക്കാട് പട്ടണമ എന്ന തമിഴ് ചിത്രത്തിൽ നായിക ജയലളിതയുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട്. 1980 മുതൽ ഒരു പ്രധാന അമ്മവേഷക്കാരിയായി സുകുമാരി. കവിയൂർ പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, ശാന്താദേവി തുടങ്ങിയവർക്കൊപ്പം സുകുമാരിയും തിളങ്ങി അമ്മവേഷങ്ങളിൽ. സ്നേഹമുള്ള അമ്മയും ദുഷ്ടയായ അമ്മായി അമ്മയായും സുകുമാരി സിനിമാ രംഗം അടക്കി വാണു. സ്നേഹമുള്ള അമ്മയ്ക്ക് ഉദാഹരണങ്ങൾ ഏറെ. ദുഷ്ടയായ അമ്മായി അമ്മയായി വിലസിയ അധികാരം ആർക്കാണ് മറക്കാൻ സാധിക്കുക? പൂർണ്ണ ഗർഭിണിയായ മരുമകളെ ചവിട്ടുന്ന അമ്മായിയമ്മ. എങ്ങനെ സുകുമാരിക്ക് ഈ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സുകുമാരിയുടെ സ്നേഹമയ്യായ അമ്മയും അമ്മായി അമ്മയെയും ചേട്ടത്തി അമ്മയെയും കണ്ട പ്രേക്ഷകർ ആശ്ചര്യപ്പെട്ടു. മലയാള സിനിമ സ്വന്തമാക്കിയത് കൊണ്ടായിരിക്കാം സുകുമാരി തമിഴ്, തെലുങ്ക് തുടങ്ങിയ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ കൂടുതൽ അഭിനയിക്കാൻ ശ്രമിക്കാതിരുന്നത്. 1966 വീരാംഗനൈ എന്ന തമിഴ് വീരസാഹസിക ചിത്രത്തിൽ സുകുമാരി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. തമിഴ് സിനിമയിൽ മനോരമയ്ക്കുള്ള സ്ഥാനം തന്നെയാണ് സുകുമാരിക്ക് മലയാളത്തിൽ എന്ന് പറയാം. മനോരമ കൊഞ്ചും കുമാരി എന്ന തമിഴ് ചിത്രത്തിൽ മാത്രമേ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ആച്ചി എന്ന ബഹുമാന പുരസ്സരം തമിഴ് മക്കൾ വിളിക്കുന്ന മനോരമ തമിഴ് മക്കളുടെ സ്നേഹം നേടിയത് സിനിമയിൽ അവതരിപ്പിച്ച അമ്മ, അമ്മായിയമ്മ, മുത്തശ്ശി വേഷങ്ങളിൽ കൂടിയും കോമഡി വേഷങ്ങളിൽ കൂടിയും. ഇനിയുമുണ്ട് 2 അമ്മവേഷക്കാരികൾ തമ്മിൽ സാമ്യം, സമാനത. MGR, NTR, ജയലളിത എന്നീ 3 മുഖ്യമന്ത്രിമാരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നു 2 അമ്മവേഷക്കാരികൾ. മാത്രമല്ല രണ്ടുപേരും തമിഴിലെ പേരുകേട്ട നാടക സംഘങ്ങളുടെ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2012 അഭിനയിച്ച 3G ആണ് അവസാന ചിത്രം. കരിയറിലുടനീളം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത സുകുമാരിക്ക് ഏത് വേഷവും നന്നായി ഇണങ്ങിയിരുന്നു. പൊങ്ങച്ചക്കാരിയും തൻ്റെടക്കാരിയുമായ സൊസൈറ്റി ലേഡിയായും അമ്മയും അമ്മൂമ്മയും അമ്മായി അമ്മയുമായും എല്ലാവിധ വേഷങ്ങളിലും അവർ ഒരുപോലെ തിളങ്ങി. ചട്ടക്കാരി, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, സസ്നേഹം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, മിഴികൾ സാക്ഷി, ദശരഥം, ബോയിങ് ബോയിങ്, തലയണ മന്ത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്തു. നൃത്തം, നാടകം, സിനിമ എന്നിവയ്ക്ക് പുറമെ സംഗീതവും സുകുമാരിക്ക് വഴങ്ങിയിരുന്നു. കൂടാതെ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. 2010
നമ്മ ഗ്രാമം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1974, 79, 83, 85 വർഷങ്ങളിൽ സഹനടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം അവരെ തേടിയെത്തി. 2003 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. 1967, 74, 80, 81 വർഷങ്ങളിൽ ഫിലിം ഫാൻസ് അസോസിയേഷന്റെ അവാർഡുകൾ, 1990 കലൈ സെൽവം, 91 കലൈമാമണി, 71, 74 വർഷങ്ങളിൽ മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡ്, 97 പ്രചോദനം അവാർഡ്, കലാ കൈരളി അവാർഡ് തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. 6 പതിറ്റാണ്ടിലേറെ കാലം നീണ്ട അഭിനയ സബരിയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, ഹിന്ദി എന്നീ ഭാഷകളിലായി 2500-ലേറെ ചിത്രങ്ങളിൽ സുകുമാരി അഭിനയിച്ചു. മിക്ക ഭാഷകളിലും അവർ സ്വന്തം ശബ്ദത്തിലാണ് ഡബ് ചെയ്തിരുന്നത്. വീട്ടിലെ പൂജാമുറിയിലെ നിലവിളക്കിൽ നിന്നും പൊള്ളലേറ്റതിനെ തുടർന്ന് സുകുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 30 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച് 2013 മാർച്ച് 26 ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയുമായിരുന്നു. 100 കണക്കിന് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച് പേരും പെരുമയും നേടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രേക്ഷകരുടെ സ്നേഹവും ആദരവും പേരും പെരുമയും നേടിയിരിക്കുന്നു സുകുമാരി ചേച്ചി.